ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസും പിന്നെ അതെങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതും ഞാൻ ഏത് രീതിയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള ഇതും കൂടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടാനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ കുറേ സ്ഥലത്ത് ചെടികളിങ്ങനെ മാറി മാറി വയ്ക്കും, എവിടെ വെച്ചാൽ അത് ഭംഗിയായിട്ട് വരുന്നു എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പം റിനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ ചെടികൾ നശിച്ചു പോയി. അതിനകത്ത് പെയിൻറ്റും കുറേ സിമെൻറ്റും ഒക്കെ ആയിപ്പോയി. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു റൗണ്ട് ബിൽഡിങ്ങാണ്. ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ റൗണ്ട് ബിൽഡിങ്ങിൽ ഈ മേളിൽ റൂഫ് വർക്ക് ചെയ്ത ഇടമുണ്ട്. അവിടെ ഓരോരോ കമ്പിയുള്ള ഇടത്തെല്ലാം ഞാൻ ഈ സ്നേക്ക് പ്ലാന്റ് ഓരോരോ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് എയർ പ്യൂരിഫൈ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ 2-3 സ്നേക്ക് പ്ലാന്റ് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് പറയുക. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരാത്തവർക്കും കിടക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉള്ളവർക്കും ഈ സ്നേക്ക് പ്ലാന്റ് റൂമിൽ വെച്ചാൽ നല്ല ഒരു ചേഞ്ചാണ്. അപ്പം എല്ലാവരും ഒന്ന് സ്നേക്ക് പ്ലാന്റ് വെക്കാൻ ശ്രമിക്കണം. അതിന് വലിയ കെയറൊന്നും വേണ്ട, എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കണമെന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരിടത്ത് ഒരു തൂണി ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ആ പ്ലാന്റ് നല്ലതായിട്ട് വന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ ഓരോരോ കുപ്പിയിലാക്കി ഓരോരോ തൂണിൻ്റെ അവിടെ. അപ്പോൾ റൗണ്ട് മൊത്തം എനിക്ക് സ്നേക്ക് പ്ലാന്റ് വെക്കണമെന്ന് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ കുറേ ആയിട്ട് ഒരു പകുതി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇരിക്കുന്ന ഒരു 5-6 തൂണ് കൂടെ ഫില്ലപ്പ് ചെയ്യണം. അതിന് ചെടി റെഡിയാക്കി വരുവാണ്. അപ്പം ഞാൻ ഓർത്തു അതും കൂടി ഇന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന്. ഇത് സാധാ നമ്മുടെ വെള്ളം കുപ്പിയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇച്ചിരി കട്ടിയുള്ള കുപ്പിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മേളിലാണ്, കാറ്റ് കൊണ്ട് വീഴുകയും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ, പിള്ളേരുടെ പഴയ വാട്ടർ ബോട്ടിലും പിന്നെ ഓയിൽ ക്യാനും അങ്ങനത്തെ സാധനങ്ങളാണ് ഈ സ്നേക്ക് പ്ലാന്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ താഴെ വയ്ക്കുവാണെങ്കിൽ ഏത് ഡിസ്പോസിബിൾ പാത്രത്തിൽ വെച്ചാലും കവറിൽ വെച്ചാലും പിടിച്ചോളും. ഇതിൻ്റെ ഒരറ്റം കണ്ടിച്ച് വെച്ചാൽ മതി, നമുക്ക് അടുത്ത ചെടി ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ കണ്ടാൽ ലീഫിൻ്റെ ഒരു തുമ്പ് വെച്ചതാണ് അത്രയും ഭംഗിയായിട്ട് വന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരുമാതിരി ഫുൾ വ്യൂവും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഈ അറ്റം വരെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് മൊത്തം ഇനി ചെടി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ഡിസ്പോസിബിൾ കുപ്പിയിൽ കുറേ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 6 എണ്ണം കൂടെ ആയിട്ടുണ്ട്. ഇനിയും ഒരു 3 എണ്ണം കൂടെ വെക്കണം. അപ്പോൾ ഇന്ന് ഒരു കുപ്പിയിൽ വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഈ സാധനങ്ങൾ പരപ്പൊക്കെ ഇട്ട് വെക്കുന്നത് പോലത്തെ ടിന്നാണ്. അതിനകത്തും സ്നേക്ക് പ്ലാന്റ് ഓരോരോ ലീഫിൻ്റെ ഒരു തുമ്പ് കുത്തി വെച്ചതാണ് ഇത്രയും ഭംഗിയായിട്ട് വളർന്നത്. സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതുണ്ട്, ഇനി മേലിൽ ഇതെല്ലാം കൊണ്ട് ആ തൂണിൻ്റെ കൂടെ കെട്ടി വെക്കാനുള്ളതാണ്. ഓരോരോ തൂണിനും ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് 2 വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി കിട്ടി. അതേ ഒരെണ്ണത്തിൽ ചെടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ കാണുന്നതെല്ലാം സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഓരോരോ വെറൈറ്റിയാണ്. ഇതിത്രയും ഞാൻ ഓൺലൈനിൽ മേടിച്ചതും അല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചതും, കൂടുതൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ് എൻ്റെ ചെടികളെല്ലാം. ഇതതിൻ്റെ മിനിയേച്ചറാണ്. കാണാൻ എന്തോ ഭംഗിയാണ്. അത് ആയി വരുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഭംഗിയായി കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാം. എനിക്കൊരു ടൈപ്പ് ചെടിയുടെ വെറൈറ്റീസ് എത്രയുണ്ടോ അത്രയും കളക്ട് ചെയ്യുന്നത് വലിയൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ എന്ത് വെറൈറ്റി കിട്ടിയാലും ഞാൻ അതിൻ്റെ ബാക്കി ഇതിൻ്റെ വേറെ വെറൈറ്റി ഉണ്ടോ എന്ന് തപ്പി എങ്ങനെയും മേടിക്കാൻ നോക്കും. ഓരോരോ ചെടിയുടെയും ഓരോ ലീഫിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ അതിൻ്റെ എന്തോ ഒരു പ്രത്യേകത, അത് കാണാൻ എന്തോ ഒരു ഭംഗി. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കുറേ ചെടികൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഉണങ്ങിപ്പോയതും പെയിൻ്റായതും അതേ നിന്ന് കുറേ ചെടികൾ എടുത്ത്, ഇത് സെൻസവേരിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ 2 എണ്ണം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേറെ ചെടി നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചെടി കളയാതെ അടുത്തടുത്ത് സേഫായിട്ട് വെക്കണ്ടേ.
അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി, ബിസ്ക്കറ്റിൻ്റെ കുപ്പി, പിന്നെ ഒരു പണ്ടത്തെ ഒരു പൊട്ടിയ ചട്ടിയാണ്, അതും കൂടെ ഇതിനകത്തെല്ലാം ആദ്യം കുറേ കരിയില നിറയ്ക്കും. ഇപ്പം ഞാൻ ഏത് ചെടി വെച്ചാണ് അതിനകത്ത് ആദ്യം കുറേ കരിയില ഇട്ട് നിറച്ചിട്ട് പിന്നെ അതിനകത്ത് മണ്ണ് ചെരിക്കുക. ഈ സ്നേക്ക് പ്ലാന്റിന് പ്രത്യേകം സ്പെഷ്യൽ മിക്സറൊന്നും വേണ്ട. നമ്മൾ സാധാ ഗാർഡൻ സോയിൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്നും ഞാൻ മിക്സ് ചെയ്യാതെയാണ് ഈ മേളിൽ അത്രയും കുപ്പിയും ഞാൻ വെച്ചത്. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമായിരിക്കും അത്രയും ഗ്രോത്ത് പെട്ടെന്നാകാൻ. അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്, അതുകൊണ്ട് എനിക്കിതിനകത്തൊന്നും ചേർക്കേണ്ട കാര്യം തോന്നിയില്ല. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വലിയ ലീഫിൻ്റെ ഒരറ്റം മാത്രം ഞാനിങ്ങനെ മുറിച്ചെടുക്കും. ഇതേ നിന്നാണ് ഇത്രയും ചെടി ഉണ്ടാക്കിയത്. ഈ അറ്റം വി ഷേപ്പിൽ വെട്ടുന്നതിൻ്റെ പ്രത്യേകത ഒന്നുമില്ല. അത് നമ്മൾ മണ്ണിൽ കുത്തി വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാതെ കുത്തി വെച്ചാൽ ചിലപ്പം കറക്റ്റ് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇത് ഇച്ചിരി കൂടെ ബെറ്ററാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ മുറിച്ച് വെക്കുന്നത്. ഇത് തന്നെ ഇപ്പോൾ ഒരു 4 പീസായിട്ട് മുറിച്ച് വെച്ചാലും അത്രയും ചെടി വരും. ഇപ്പം എനിക്ക് അത്രയും ചെറുതാക്കി വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ കുറേ അത്യാവശ്യം എൻ്റെ ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഒരു 3-4 പീസായിട്ട് ആദ്യമായിട്ട് സ്നേക്ക് പ്ലാന്റ് ഉള്ളവർക്ക് അങ്ങനെ വെച്ചാൽ മതി. ഇതിനകത്ത് സെൻസവേരിയ വെക്കാനാണ്. ഇതിന് സെയിം നമ്മൾ ഗാർഡൻ സോയിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മേളിലിട്ട് കൊടുക്കുന്ന മണൽ ഞാൻ വേറെ ചെടിക്ക് വേണ്ടി എടുത്തതിൻ്റെ ബാക്കി ഇരുന്നത് മേലിൽ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ മുറിക്കകത്തും സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റും മണി പ്ലാന്റും ഇഷ്ടംപോലെ എൻ്റെ മുറിക്കകത്തുണ്ട്. പക്ഷേ അത് ഇനിയൊരു ദിവസം ഞാൻ ഇൻഡോർ പ്ലാന്റിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.